ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഉമ്മു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ക്യാരറ്റ് പുട്ട് ഉണ്ടാക്കാം അല്ലേ? അപ്പോൾ അതിന് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും, പിന്നെ ഞാനിവിടെ 2 ക്യാരറ്റ് എടുത്ത് നല്ലപോലെ വൃത്തിയാക്കിയതിന് ശേഷം ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് ക്യാരറ്റ് ഞാൻ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ക്യാരറ്റ് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് അടപ്പത്ത് ഇതൊന്ന് അടച്ച് മൂടി വെക്കാം. നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം എടുത്തില്ലേ, അതേ പാത്രത്തിൽ തന്നെ 2.5 പാത്രം വറുത്ത അരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ വെള്ളം തുറന്ന് നോക്കിയപ്പോൾ നല്ല പോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പൊടി ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മുടെ പൊടി എല്ലായിടത്തും നന്നായിട്ട് തന്നെ നനഞ്ഞു വരണേ. കണ്ടില്ലേ, ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ പൊടി ഇവിടെ നല്ലപോലെ നനഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഞാനിത് അടപ്പത്തു നിന്ന് ഇറക്കി മാറ്റുന്നുണ്ട് കേട്ടോ. ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് എന്തിനാണ് പൊടിച്ചെടുക്കണമെന്ന് ചോദിച്ചാൽ, ഇതിന് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. നമ്മളുടെ പുട്ട് നല്ല സോഫ്റ്റ് പുട്ടുമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിത് മിക്സിയിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ പൾസിലൊന്ന് അടിച്ചെടുക്കണുള്ളൂ. അപ്പോൾ ഒരു 2 പ്രാവശ്യം ഞാനൊന്ന് പൾസിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലുള്ള പുട്ടുപൊടി ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കുറേ ഇട്ടടിച്ച് നമ്മൾ അരക്കണ പോലെയൊക്കെ ചെയ്തെടുത്താൽ പുട്ടുപൊടി അങ്ങനെ അങ്ങോട്ട് കട്ടയാകും. അപ്പോൾ നമ്മൾ വിചാരിച്ചൊരു ടേസ്റ്റ് നമ്മളെ പുട്ടിന് കിട്ടൂല. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള പൊടികളും ഞാൻ അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നാളികേരത്തിന് പകരം ക്യാരറ്റ് ഇട്ടിട്ട് പിന്നെ നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ കേട്ടോ. അപ്പോൾ ഞാനിതിൽ ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് പുട്ടുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് ക്യാരറ്റ് ഇട്ട്. അപ്പോൾ അങ്ങനെ തന്നെയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ സമയത്ത് പുട്ടുകുടുക്കയിൽ വെള്ളം അടപ്പത്ത് വെച്ച് നല്ല പോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഇത് നല്ല പോലെ ഒന്ന് ആവി വരട്ടെ കേട്ടോ അടപ്പത്ത് വെച്ചിട്ട്. അപ്പോൾ നല്ല പോലെ ആവി വന്നിട്ടുണ്ട്. ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള പൊടിയും ഞാൻ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയില്ലേ എന്താ ഭംഗിയില്ലേ, അതേ ഭംഗി പോലെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റും. അപ്പോൾ ക്യാരറ്റൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത മക്കൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇത് ക്യാരറ്റ് തന്നെ വേണമെന്നില്ല, ബീട്രൂട്ടും ഇതേപോലെ തന്നെ നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ വീട്ടിൽ ഇതുപോലെ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് പുട്ടാണ്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട, പപ്പടോ അല്ലെങ്കിൽ പഴം ഉണ്ടെങ്കിലും നമുക്കിത് കഴിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ വീട്ടിലിതുപോലെ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം. അപ്പോൾ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.